ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, വൈസ് ചെയർമാൻ അടുക്കത്ത് ആസ്യ, പാലൊളി മെഹബൂബ്, ദേവശ്ശേരി മുജീബ്, ശ്രീജയ ചന്ദ്രൻ, പരുന്തൻ നൌഷാദ്, രജീന്ദ്ര ബാബു, അനിത എബ്രഹാം, രാമകൃഷ്ണൻ മാസ്റ്റർ, വിദേശത്തുനിന്ന് വന്ന് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഫാക്കൽറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഈ സ്കൂളിലെ സുന്ദരികളും സുന്ദരന്മാരുമായ കുട്ടികളെ, ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ലോകം മുഴുവൻ ബഹുമാനിച്ച, ലോകം മുഴുവൻ സ്നേഹിച്ച മഹത്തായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായിരുന്നു ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയുടെ ശിഷ്യനായി ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നായകനായി, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ നായകനായി മുമ്പോട്ട് നീങ്ങിയ ജവഹർലാൽ നെഹ്റു ലോക ജനാധിപത്യത്തിന്റെ സ്വർഗമാക്കി ഭാരതത്തെ മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. ഏതായാലും ആര്യാടൻ ഷൗക്കത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. നിങ്ങളും, അദ്ദേഹം ഒരു സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കും ധാരാളം മേഖലകളിലേക്ക് പ്രവർത്തിക്കുവാൻ ഇനിയും അവസരമുണ്ട്. ഈ മോഡൽ പാർലമെന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കും, അത് കേൾക്കും. ഭാവിയിലേക്കുള്ളൊരു ചുവട്ടുപടിയായി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ഇതൊരു മഹാസംഭവമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ജനാധിപത്യമാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. 3.5 വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങി. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ സാധാരണക്കാരന്റെ അവകാശമാണ് വോട്ടവകാശം. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങോട്ട് സാധാ MLAയും MP-യും മുനിസിപ്പൽ ചെയർമാനും കൗൺസിലർമാരും വരെ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഉത്തുംഗമായ ജനാധിപത്യം. അതുകൊണ്ടാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ കൗൺസിലർമാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം തന്നെ തെരഞ്ഞെടുത്തത്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സ്മരിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മുമ്പ് നമ്മൾ അടിമകളായിരുന്നു, ചെങ്ങലക്കെട്ടുകൾക്കകത്തായിരുന്നു നമ്മൾ കടന്നിരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. വെള്ളക്കാരൻ വന്ന് നമ്മളെ ഭരിച്ചു. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, 120 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഏറ്റവും വലിയ ലോക ജനാധിപത്യത്തിന്റെ പൂങ്കാവനമായി ഭാരതത്തെ മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറുന്നതിനുള്ള അടിത്തറയിട്ടത് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ആ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നെഹ്റുവും മഹാത്മാഗാന്ധിയും ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. നെഹ്റു, അഭിഭാഷകനായ നെഹ്റു, എല്ലാം കൊണ്ടും എല്ലാം സമൂർത്തമായി തീർന്ന മഹാവ്യക്തി പ്രഭാവമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റേത്. സ്നേഹിതരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കറിയാം ഇവിടെ നിങ്ങളുടെ ഈ പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് നീങ്ങണം. നിങ്ങൾ അതിനുവേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഞാൻ എത്ര നീട്ടി പ്രസംഗിച്ചാലും നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നീട്ടി പ്രസംഗിക്കാൻ പാടില്ല എന്ന ഔചിത്യം എനിക്കുണ്ട്. നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും പഠിച്ച് മിടുക്കരാകുന്നതോടൊപ്പം ഈ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തമായി, ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പ്രാപ്തമായി നാളത്തെ പ്രൈം മിനിസ്റ്റർമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും MLAമാരും MP-മാരും ഒക്കെ ആയി മാറാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ മോഡൽ പാർലമെന്റിന്റെ സംവിധാനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്.